സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വരുന്നതിനെക്കുറിച്ചുള്ള വിവരമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും ആനുകൂല്യങ്ങളും മറ്റു ആനുകൂല്യങ്ങളുമെല്ലാം ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയാണ് നൽകുന്നത്. കൂടാതെ ബാങ്ക് അക്കൗണ്ട്, ഗ്യാസ് കണക്ഷൻ, ഭൂമി രജിസ്ട്രേഷൻ എന്നീ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായ ആധാർ കാർഡ് എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഓരോ 10 വർഷവും കൂടുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാത്തവരായി ഒരുപാട് പേരുണ്ട്. ആധാർ കാർഡിൽ മാറ്റങ്ങളൊന്നും വരുത്താനില്ലെങ്കിൽ പോലും ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ആധാർ കാർഡിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനാണ് 10 വർഷത്തിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം സർക്കാർ ദീർഘിപ്പിച്ചു. സൗജന്യമായി ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളവരെ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഡിസംബർ 14 വരെയാണ് സമയമുള്ളത്. ഇനി ഏതെങ്കിലും രൂപത്തിൽ തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അവ തിരുത്തി ചെയ്യുവാനും ഇപ്പോൾ സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ ഇതിനായി ആശ്രയിക്കാം. കൂടാതെ ആധാറിൽ മൊബൈൽ നമ്പർ ഇല്ലാത്തവർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. ആധാർ അധിഷ്ഠിത OTP വഴിയാണ് എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ തന്നെ മൊബൈൽ നമ്പർ ചേർക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്യുക. തെറ്റായ നമ്പറോ പഴയ നമ്പറോ ആണ് ആധാറിൽ ലിങ്ക് ചെയ്തതെങ്കിൽ ഉടൻ തന്നെ പുതിയ മൊബൈൽ നമ്പർ ചേർക്കുകയും വേണം. അല്ലാത്ത പക്ഷം കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല. പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ഇത് വളരെ ബുദ്ധിമുട്ടാവും. 10 വർഷം കഴിയുമ്പോൾ ആധാർ അപ്ഡേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായ ആളുകൾ പലപ്പോഴും അവരുടെ ആധാർ കാർഡ് പുതുക്കാറില്ല. ഇപ്പോൾ സർക്കാരിൻ്റെ പദ്ധതിയായ 70 വയസ്സുള്ളവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രധാന രേഖയായി ആധാറാണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേഷൻ നിർബന്ധമാക്കുക. അശ്രദ്ധ മൂലം നമുക്ക് കിട്ടാവുന്ന അർഹതകൾ മുടക്കാതിരിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഇ-കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക.